Welcome back to Axonus Learning online classes. So, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അർബൻ സൊസൈറ്റി, വില്ലേജ് സൊസൈറ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല റിലീജിയൻ ഉണ്ട്, കുറച്ച് റിലീജിയൻസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അതിൽ കുറച്ചൊക്കെ റിലീജിയൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയും കൂടി ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങളോട് അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇത് രണ്ടും നമ്മൾ എന്തേതാണ് ഇതിൽ നോക്കിയിട്ടുള്ള അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വർണ്ണ ആൻഡ് ജാതി. വർണ്ണയും ജാതിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം വർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? വർണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 വർണ്ണാസ് ഉണ്ട്, 4 കാസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ജാതി എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഒക്കൂപ്പേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഏത് ഒക്കൂപ്പേഷൻ ഫോളോ ചെയ്യുന്നു അതിനനുസരിച്ച് റീജിയൻ അനുസരിച്ച് ഒരുപാട് ജാതികൾ ഉണ്ടായിരിക്കും. പക്ഷെ വർണ്ണ എന്ന് പറയുന്നത് 4 എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. അത് ബൈ ബോൺ ആയിട്ട് കിട്ടുന്നതാണ്. അവർ ഒരു ക്ഷത്രിയൻ്റെ മകൻ എന്ന് പറയുന്നത് ക്ഷത്രിയനായിരിക്കും. അങ്ങനെ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വർണ്ണ എന്ന് പറയുന്നത്. സോ നമുക്ക് 4 വർണ്ണാശ്രമം ഉണ്ട്. ഏതൊക്കെയാണ്? ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജാതി റെഫേഴ്സ് ടു മച്ച് ലാർജർ നമ്പർ ഓഫ് സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ്സ് എസ്റ്റിമേറ്റഡ് ടു ബി അറൗണ്ട് 4000 ജാതീസ്. അതായത് ജാതി എന്ന് പറയുന്നത് ഒരുപാട് നമ്പറുള്ളതാണ്. എന്തിൻ്റെ പോലെയല്ല? കാസ്റ്റിൻ്റെയോ വർണ്ണയോടെയോ പോലെ അല്ല. 4000-ലധികം ജാതികളുണ്ട്. ഒരു റീജിയനിൽ തന്നെ 200-ലധികം ജാതികളുള്ള സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ റീജിയൻ ബേസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത്. ഒക്കൂപ്പേഷൻ ബേസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത്. ബോൺ ബേസ്ഡ് ആൻഡ് ഹെറിഡിറ്ററി ബേസ്ഡ് ആണ് എന്തെന്ന് പറയുന്നത് വർണ്ണ അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ നാച്ചുറൽ സ്കോപ്പ്, നമ്പർ ഓഫ് ഡിവിഷൻസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഡിഫറൻസ് പറയാനുള്ളത്. നാച്ചുറൽ സ്കോപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർണ്ണ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്ത് ടെക്സ്ച്വൽ മോഡൽ ബുക്ക് റിവ്യൂ ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഫോക്കസിംഗ് പ്രൈമറിലി റിച്വൽ ആൻഡ് റിലീജിയസ്. ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സിസ്റ്റമാണ്. വർണ്ണ സിസ്റ്റം എന്ന് പറയുന്നത് റിലീജിയസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ സെക്യുലാരിറ്റി നോൺ സെക്യുലർ ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ജാതി എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഷ്യൽ സിസ്റ്റം ആണ് എന്നാണ് പറയുന്നത്. ഈ ജാതി, വർണ്ണ, കാസ്റ്റ്, റിലീജിയൻ ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ എന്തായാലും പഠിക്കാം. റിഫ്ലക്റ്റിംഗ് ദ റിയൽ ഗ്രൂപ്പ് ഫൗണ്ട് ഇൻ സൊസൈറ്റി ആൻഡ് ടേക്കിംഗ് അക്കൗണ്ട് സെക്യുലർ ഫാക്ടേഴ്സ് ലൈക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ പവർ. അതായത് എന്താണ്? സെക്യുലർ ഫാക്ടേഴ്സും അല്ലെങ്കിൽ സെക്യുലർ ഫാക്ടേഴ്സും അതുപോലെ തന്നെ എന്തൊക്കെ എക്കണോമിക് സ്റ്റാറ്റസും പൊളിറ്റിക്കൽ പവറും ഒക്കെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ജാതി നിർണ്ണയിക്കുന്നത്. സെക്യുലർ ഫാക്ടേഴ്സ്, എക്കണോമിക് സ്റ്റാറ്റസ്, പൊളിറ്റിക്കൽ പവർ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ജാതി നിർണ്ണയിക്കുന്നത്. ഹൈറാർക്കി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂണിഫോമിറ്റീൻ്റെ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർണ്ണ ഹൈറാർക്കി എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആണ് ടോപ്പിൽ. ആരാണ്? ബ്രാഹ്മിൻസ് ആണ് ടോപ്പിൽ വരുന്നത്. ജാതി ഹൈറാർക്കിൻ്റെ ഒരു യൂണിഫോമിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതെന്താണ്? പല ജാതി പല സ്ഥലത്ത് പല പോലെ ആയിരിക്കും. റീജിയനനുസരിച്ച് ജാതി എന്ത് ചെയ്യുന്നു? മാറുന്നുണ്ട്. പല റീജിയനിലും പല ജാതികൾ ഉണ്ടാവും. അതായത് ഇന്ത്യയിൽ ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ളത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത് ജാതിയും വർണ്ണയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അറൌണ്ട് 400 to 500 വേർഡ്സ് ഈച്ച്. അതായത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എസ് എ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഫാമിലി. ഒരു ഫാമിലീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫാമിലി എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബേസിക് യൂണിറ്റ് ആണ്. സൊസൈറ്റീൻ്റെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ബേസിക് യൂണിറ്റ് ആണ് എന്ത് എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഹാസ് എ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഫാമിലിക്ക് എന്തുണ്ട്? പല ഫീച്ചേഴ്സുകളുണ്ട്. എന്താ? ഒന്ന് യൂണിവേഴ്സാലിറ്റി ആണ്. ദ ഫാമിലി ഈസ് എ സോഷ്യൽ യൂണിറ്റ് ഫൗണ്ട് എവ്രിവെയർ ഇൻ ദി യൂണിവേഴ്സ്.
എവിടെയെങ്കിലും ഫാമിലി ഇല്ലാത്തതുണ്ടോ? ഇല്ല. അപ്പൊ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സാലിറ്റിയാണ്. എവിടെ പോയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫാമിലി കാണാൻ പറ്റും എന്നുള്ളതാണ്. ന്യൂക്ലിയർ ആവട്ടെ, ജോയിന്റ് ആവട്ടെ, എക്സ്റ്റെൻഡഡ് ആവട്ടെ, എങ്ങനെയുള്ള ഫാമിലി ആവട്ടെ, ഫാമിലി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തിങ് ആണ്. യൂണിവേഴ്സാലിറ്റിയാണ് അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് പെർഫോം മെനി ഫംഗ്ഷൻ നീഡഡ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇൻഡിവിജ്വൽസിനും സൊസൈറ്റിക്കും വേണ്ടിയുള്ള എല്ലാ ഫംഗ്ഷൻസും നിർണ്ണയിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നിർവഹിക്കുന്നത് ആരാണ്? ഈ ഒരു പറയുന്ന ഫാമിലിയാണ്. ഇനി ഇമോഷണൽ ബേസിസിലാണെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആർ bound together by the emotion. They provide love, care, protection each other. ഒരു ഗ്രൂപ്പിൽ അങ്ങനെ ഉണ്ടാവുമോ? ഫാമിലിയിൽ നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ ഫാമിലിയിൽ പെട്ട ഒരാളുണ്ടായിരിക്കും. പക്ഷെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെയാണോ? ആ ഗ്രൂപ്പിലെ ആളുകൾ മേ ബി നമുക്ക് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മറ്റേത് ഫാമിലി എന്തല്ല, അങ്ങനെയല്ല, അതൊരു ബേസിക് യൂണിറ്റ് ആണ്. സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അടുത്ത ഫീച്ചർ. അതാണ് നെക്സ്റ്റ്, ലിമിറ്റഡ് സൈസ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് ചെറുതായിരിക്കും. യൂഷ്വലി എന്തായിരിക്കും? ചെറുതായിരിക്കും. പക്ഷേ അല്ലാത്ത ഫാമിലീസും ഉണ്ട് കേട്ടോ. വൈഫ്, ഹസ്ബൻഡ്, കുട്ടികൾ ഉള്ളൊരു ഫാമിലി, അത് ജോയിൻറ്റ് ഫാമിലിയാണ്. എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടുള്ളതും ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുള്ളതും ജോയിൻറ്റ് ഫാമിലി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. കൂടുതൽ എന്താണ്? ഒരു ലിമിറ്റഡ് ഇൻ സൈസ് ആയിരിക്കും. ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾസ് ആയിരിക്കും ഫാമിലിയിൽ കാണാൻ. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ആണല്ലോ, സോഷ്യൽ ഓർഗനൈസേഷനിലെ ബേസിക് യൂണിറ്റ് ആണ് എന്ത് പറയുക? ഫാമിലി. അതെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഇൻ സൈസ് ആണ്. മാത്രമല്ല, അടിത്തട്ടിൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടീൻ്റെ ബിഹേവിയർ വരെ നിർണ്ണയിക്കുന്നതാണ് ആ ഒരു ഫാമിലി. ആ ഫാമിലിൻ്റെ കൾച്ചർ, ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ എല്ലാം എന്തുണ്ട്? ഒരു പുതിയൊരു കുട്ടിയെ, ഒരു തലമുറയെ നമുക്ക് നിർണ്ണയിച്ചെടുക്കുന്നത് ഫാമിലി ആയിരിക്കും. അപ്പോൾ അതാണ് ഫാമിലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബൽ സൊസൈറ്റി. അപ്പോൾ വില്ലേജ് സൊസൈറ്റി നമ്മൾ പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? വില്ലേജ് സൊസൈറ്റി അല്ലെങ്കിൽ റൂറൽ സൊസൈറ്റി, അതിലേതെങ്കിലും ഒന്ന് അത് പഠിച്ചു. അർബൻ സൊസൈറ്റി പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രൈബൽ സൊസൈറ്റി. ട്രൈബൽ സൊസൈറ്റീൻ്റെ പ്രത്യേകതകളാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് ടെറിട്ടറി ആണ്. ഒരു ലൊക്കേഷനിൽ ടെറിട്ടറിയിലായിരിക്കും ഈ ഒരു ട്രൈബൽ സൊസൈറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. പീപ്പിൾ ജനറലി ലീവ് ഇൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിലായിരിക്കും. എവിടെയായിരിക്കും? ഫോറസ്റ്റിലോ ഹില്ലി ഏരിയാസിലായിരിക്കും ട്രൈബൽ സൊസൈറ്റി നിലനിൽക്കുന്നത്. ദേ യൂഷ്വലി ഹാവ് എ ക്ലിയർ ജോഗ്രഫിക്കൽ ടെറിട്ടറി. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ടെറിട്ടറി ഉണ്ടായിരിക്കും. ആൻഡ് റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സോഷ്യൽ ഗ്രൂപ്പ്സ്. മറ്റുള്ള സൊസൈറ്റിയിൽ നിന്ന്, വില്ലേജുകളിൽ നിന്നും അർബൻ ഏരിയാസിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റപ്പെട്ടായിരിക്കും ഇവർ ജീവിക്കുന്നത്. ഈ വില്ലേജിലോ അല്ലെങ്കിൽ അർബൻ പീപ്പിൾസിൻ്റെ അടുത്തോ വന്ന് ഇടപഴകി ജീവിക്കാൻ ആര് തയ്യാറാവില്ല? ഈ ട്രൈബൽ സൊസൈറ്റിയിലുള്ള പീപ്പിൾസ് തയ്യാറാവില്ല എന്നാണ് പറയുന്നത്. സോ ദേ ആർ ഐസൊലേറ്റഡ് ഫ്രം ദീസ് ടു ഗ്രൂപ്പ്സ്. ഏതൊക്കെ ടു ഗ്രൂപ്പ്സ്? അർബൻ ലൈഫിൽ നിന്നും വില്ലേജ് ലൈഫിൽ നിന്നും ഐസൊലേറ്റ് ആയിട്ട് ഒരു ഹില്ലി ഏരിയാസിലോ ഫോറസ്റ്റ് ഏരിയാസിലോ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ടെറിട്ടറിയിൽ താമസിക്കുന്നവരാണ് ആര് എന്ന് പറയുന്നത്? ട്രൈബൽ പീപ്പിൾസ് എന്ന് പറയുന്നത്, ആദിവാസി സമൂഹങ്ങൾ. ഓക്കെ. കൾച്ചർ, ഇനി അവരുടെ കൾച്ചറൽ ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ ഹാവ് ദെയർ ഓൺ ഡിസ്റ്റിങ് കൾച്ചർ. നമ്മുടെ പോലെയാണോ? അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. ഫോക്ലോറുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ദെയർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്തായിരിക്കും? ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത അൺറിട്ടൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും. അവർക്കത് ചിലപ്പോൾ എഴുതാനും വായിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല, പക്ഷെ അത് അവർ സ്പീക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജുകളും ഫോക്ലോറുകളും അതുപോലെ കൾച്ചറുകളും ഒക്കെ ഉള്ള ആളുകളാണ് ആര് എന്ന് പറയുന്നത്? ഈ ഒരു ആദിവാസി സമൂഹങ്ങൾ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈബൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അവരുടെ എക്കോണമി ആൻഡ് സെൽഫ് സഫിഷ്യൻസി ആണ് നമ്മൾ നോക്കുന്നത്. അവർ എങ്ങനെയാണ് അവരുടെ എക്കോണമി, സാമ്പത്തികം എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി എങ്ങനെയാണെന്ന്. ദെയർ എക്കോണമി ഫോക്കസ്ഡ് ഓൺ സബ്സിസ്റ്റൻസ്. അതായത് നമുക്ക് അന്നൊക്കെ വേണ്ടത് നമ്മൾ അന്ന് ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതാണ് ജീവിതത്തിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അവരുണ്ടാക്കുന്നത്. അഗ്രികൾച്ചർ ആയിരിക്കും മെയിൻ ഒക്കുപേഷൻ എന്ന് പറയുന്നത്. അവർക്കുള്ള ആ ഒരു ട്രൈബൽ സൊസൈറ്റിക്ക് വേണ്ടത് ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാതെ പുറത്ത് കൊണ്ടുപോയി വിൽക്കാനോ ഭയങ്കര റിച്ച് ആവാനോ വേണ്ടിയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ, മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുള്ള ഒരു അഗ്രികൾച്ചർ ഒന്നും ആരുണ്ടാക്കുന്നില്ല.
ആരുണ്ടാക്കുന്നില്ല? ട്രൈബൽ പീപ്പിൾസ് ഉണ്ടാക്കുന്നില്ല. സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ സെൽഫ് സഫിഷ്യൻറ്റ്. അവർ സ്വയം പ്രാപ്തരാണ്. അവർക്ക് വേണ്ടത് അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നോക്കുന്നത്. ദേ ജനറൽ ലാക്ക് ഓഫ് മോണിറ്ററി എക്കോണമി. ഒരു മോണിറ്ററി എക്കോണമി, പൈസ ബേസ് ചെയ്തിട്ടുള്ള, ക്യാഷ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമി അവർക്ക് ഉണ്ടാവില്ല. ആൻഡ് ബാർട്ടർ എക്സ്ചേഞ്ച് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ബാർട്ടർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്നത്. ഇപ്പോൾ ഒരാൾക്ക് അരി വേണം, ഒരാൾക്ക് ഗോതമ്പ് വേണം. അരി ഉള്ള ആള് ഗോതമ്പ് ഉള്ള ആൾക്ക് അരി കൊടുക്കുന്നു, ഗോതമ്പ് ഉള്ള ആൾ തിരിച്ച് അരിക്ക് പകരം ഗോതമ്പ് കൊടുക്കുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബാർട്ടർ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്? ഈ ഒരു ഈ ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. കൂടാതെ ഇവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു ട്രൈബൽ സൊസൈറ്റീൻ്റെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് സിമ്പിൾ സൊസൈറ്റി. സോഷ്യൽ റിലേഷൻഷിപ്പ് ആർ മെയിൻലി ബേസ്ഡ് ഓൺ ഫാമിലി ആൻഡ് കിൻഷിപ്പ്. ഫാമിലിയോ കിൻഷിപ്പോ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അതായത് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും, ബിലോങ്ങിങ്നെസ് ഉണ്ടാവും, അവർ ഫീലിംഗ് ഉണ്ടാവും, ഇതൊക്കെ അവർക്ക് ഉണ്ടാവും. റിജിഡ് ആൻഡ് they do not have a rigid social stratification. കാസ്റ്റ് സിസ്റ്റം പോലെയുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആർക്കും ഉണ്ടാവില്ല ട്രൈബൽ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അവരെല്ലാവരും ഒന്നാണ് എന്നുള്ള രീതിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. റിലീജിയൻ, ദേ ഹാവ് ദെയർ ഓൺ റിലീജിയൻ. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻസ് ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള റിലീജിയൻ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള ഗോഡുകൾ ഉണ്ടായിരിക്കും. നമുക്ക് പോലും അറിയാത്ത ഗോഡുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക കൂടുതലും. പക്ഷേ എന്ന് പറയുന്നത് അവർ നാച്ചുറായിട്ടുള്ള ഗോഡുകളായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു അനിമലിനെ, അല്ലെങ്കിൽ ഫയർ, തീ, അതല്ലാന്നുണ്ടെങ്കിൽ സണ്ണ്, ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ടുള്ള അവരുടെ ഗോഡ് വേർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ റിലീജിയനെ കുറിച്ചും സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു തന്നെയാണ്, നിങ്ങൾക്ക് ആലോചിച്ചുണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് കാണാതെ പഠിച്ചു പോകാനുള്ളതൊന്നും ഒന്നും എവിടുന്നില്ല. റൂറൽ സൊസൈറ്റി ആയാലും അർബൻ സൊസൈറ്റി ആയാലും ട്രൈബൽ സൊസൈറ്റി ആയാലും ഇല്ല. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്ന് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉള്ളത് അല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ? Okay, next, what are the major problems faced by street children in Indian society? Indian society street children's അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മുടെ സ്ട്രീറ്റിലുള്ള ചിൽഡ്രൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്ട്രീറ്റ് ചിൽഡ്രൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഫേസ് സെവറൽ മേജർ പ്രോബ്ലംസ്. പലതരം പ്രശ്നങ്ങൾ ആര് ഫേസ് ചെയ്യുന്നുണ്ട്? സ്ട്രീറ്റ് ചിൽഡ്രൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രൈമർലി സ്റ്റെമ്മിങ് ഫ്രം പോവേർട്ടി ആൻഡ് ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ. മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പോവേർട്ടിയും ലാക്ക് ഓഫ് പ്രൊട്ടക്ഷനുമാണ്. ദാരിദ്ര്യം അങ്ങേയറ്റായിരിക്കും, പിന്നെ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, ഏത് സമയത്തും എന്തും സംഭവിക്കാം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് ആര് എന്ന് പറയുന്നത്? സ്ട്രീറ്റ് കുട്ടികൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ, ആണല്ലോ. ഓക്കെ, അതിൽ മേജർ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ലാക്ക് ഓഫ് ബേസിക് നെസസിറ്റീസ് ആൻഡ് ഷെൽട്ടർ. ലാക്ക് ഓഫ് ബേസിക് നെസസിറ്റീസ് ആൻഡ് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നല്ലൊരു വീടുണ്ടാവില്ല, ഷെൽട്ടർ. അല്ലെങ്കിൽ നെസസിറ്റീസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബാത്റൂം സിസ്റ്റം ഉണ്ടാവില്ല, നല്ല കുടിവെള്ളം കിട്ടില്ല, നല്ല ഫുഡ് കിട്ടില്ല. ഇതൊക്കെ എന്താണ്? ബേസിക് ആയിട്ട് നമുക്കൊരു ഹ്യൂമണ് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ, ഷെൽട്ടർ, ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും ആർക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല? സ്ട്രീറ്റ് ചിൽഡ്രന് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അവർക്ക് ഉള്ളത് എന്താണ്? പോവർട്ടി, ദാരിദ്ര്യത്തിന് ഒരു കുറവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദീസ് ചിൽഡ്രൻ ഓഫൺ ബിലോങ് ടു പുവർ ഫാമിലീസ്. പാവപ്പെട്ട ഫാമിലിയിൽപ്പെട്ട കുട്ടികളായിരിക്കും സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. മസ്റ്റ് സ്ട്രഗിൾ ഹാർഡ് സിമ്പിൾ ടു സർവൈവ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടി. നമ്മൾ കണ്ടിട്ടുണ്ട് പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നതും, അതുപോലെ ഭക്ഷണം കിട്ടാതെ അവരുടെ ഹെൽത്ത് മോശമാവുന്നതും, നല്ല ഡ്രസ്സ് ഇല്ലാത്തതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, ഇല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ്? അവരുടെ ഒരു പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, ദേ കനോട്ട് അഫോർഡ് പ്രോപ്പർ ഹൗസിങ്. നല്ലൊരു ഹൗസിംഗ് സിസ്റ്റം അവർക്കില്ല. ദേ സ്ലീപ്പ് ഇൻ പബ്ലിക്
പ്ലേസസ്, പബ്ലിക് പ്ലേസസിൽ റോഡിലൊക്കെയാണ് ഇവർ കിടന്നുറങ്ങുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, ഗാർഡനിൽ, പാർക്കുകളിൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇവർ കിടന്നുറങ്ങുന്നത്. അല്ലാതെ ഇവർക്ക് എന്തില്ലാവില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു ഹൗസോ കാര്യങ്ങളോ ഇവർക്ക് ഉണ്ടായിരിക്കില്ല. അതാണ് എന്ത് ചെയ്യുന്നത് സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മെനി ആർ എയ്തർ ഓർഫൻസ്, പല കുട്ടികളും എന്തായിരിക്കും, ഓർഫൻസ് ആയിരിക്കും. അവർ ആരുടെയോ മക്കളായിരിക്കും, അവരെന്ത് ചെയ്യുന്നു, അവിടെ ജീവിച്ചു പോകുന്നു, ഒപ്പമുള്ളവരൊപ്പം ജീവിച്ചു പോകുന്നു. അവർക്ക് എന്താ, ഭൂരിഭാഗം കുട്ടികളും ഓർഫനായിരിക്കും. പിന്നെ അവരുടെ ഒപ്പമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പട്ടിണി മൂലം അതല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം മരിച്ചിട്ടുണ്ടാവും. അങ്ങനെയും അവരെന്ത് ചെയ്യുന്നു, ഓർഫൻസ് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് റൺ അവേ ബീറ്റൻ ട്രാപ്പിഡ്, എന്താണ് അവരെ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രാപ്പ് ചെയ്യുന്ന, ഹാവ് റൺ അവേ ഓർ ബീൻ ട്രാപ്പിഡ് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് സെപ്പറേറ്റിങ്, അടുത്തത് ദം ഫ്രം ദെയർ ഫാമിലീസ്, അവരുടെ ഫാമിലീസിൽ നിന്നും എന്തെയാണ്, സെപ്പറേറ്റ് ചെയ്തതായിരിക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് വളനറബിലിറ്റി ടു എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസസ്. ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസും അതുപോലെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസസും, ഫിസിക്കൽ ആവട്ടെ മെൻ്റൽ ആവട്ടെ എല്ലാ ബയോളജിക്കലായിട്ട് എല്ലാ തരത്തിലുള്ള അബ്യൂസസും ഫേസ് ചെയ്യുന്ന ആളുകളാണ് ആര് എന്ന് പറയുന്നത്, ഈ ഒരു സ്ട്രീറ്റ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, ചിൽഡ്രൻ ഹാവ് നോ വൺ ടു ഗൈഡ് ദം, അവരെ ആരും എന്തില്ല, നിങ്ങളിങ്ങനെ സ്കൂളിലോട്ട് പോകണം, ഇങ്ങനെ ബിഹേവ് ചെയ്യരുത്, അല്ലെങ്കിൽ പബ്ലിക് റോഡിൽ കിടന്നിറങ്ങരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഗൈഡ് ചെയ്ത് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ അവർക്ക് ആരില്ല, ഗൈഡ് ചെയ്യാൻ ആളില്ല എന്നാണ് പറയുന്നത്. ഗൈഡ് ചെയ്യാൻ പ്രത്യേകിച്ച് അവർക്ക് ആളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദേ ആർ വിക്ടിംസ് ഓഫ് പോവർട്ടി, ഇല്ലിറ്ററസി ആൻഡ് മാൽന്യൂട്രീഷൻ. പോവേർട്ടി ദാരിദ്ര്യം, ഇല്ലിറ്ററസി നിരക്ഷരത, എഡ്യൂക്കേഷൻ കിട്ടാത്തത്, പിന്നെ മാൽന്യൂട്രീഷൻ നല്ല ഫുഡിൻ്റെ പോഷകങ്ങളുടെ കുറവ്, ഇത് മൂന്നും മെയിനായിട്ട് എവിടെ കാണാൻ പറ്റും, സ്ട്രീറ്റ് ചിൽഡ്രൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. ക്രിട്ടിക്കലി ദേ സഫർ ഫ്രം ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ഒപ്രഷൻ, ഫിസിക്കലായിട്ടും സെക്ഷലായിട്ടുള്ള ഒപ്രഷന് ഒരുപാട്, പ്രത്യേകിച്ച് ഗേൾ ചൈൽഡ്സ്, അതുപോലെ തന്നെ ഓഫൺ ബോയ് ചൈൽഡും എന്ത് നേരിടുന്നുണ്ട്. ഇന്ന് ഗേൾ ചൈൽഡ് മാത്രം പറയാൻ പറ്റില്ല, ബോയ് ചൈൽഡും ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, ഫിസിക്കൽ അബ്യൂസസ് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. സോ അതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, നേരിടുക. കാരണം അവർക്കൊരു പ്രോപ്പർ ഷെൽട്ടർ ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവർക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദ ഓൾസോ ഫാൾ വിക്ടിം ടു ഇൻടോക്സിക്കൻറ്റ് ലൈക്ക് ലിക്വർ ആൻഡ് ഡ്രഗ്സ്. ഇൻടോക്സിക്കൻസ് ആയിട്ടുള്ള ലിക്കറിലും ഡ്രഗുകളും ഇവരെന്ത് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായില്ല, അത് അവരുടെ ഹെൽത്തിന് എന്ത് ചെയ്യുന്നു, സ്പോയിൽ ചെയ്യുന്നു, അവരുടെ ലൈഫിന് എന്ത് ചെയ്യുന്നു, അത് സ്പോയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നുള്ളത്. കാരണം ലിക്കറൊക്കെ ചിലപ്പോൾ ഇവരുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവർ. അത് അവർക്ക് അത് മനസ്സിലാക്കാനുള്ളത് ആർക്കുണ്ടാവില്ല, ഈ ഒരു സ്ട്രീറ്റ് ചിൽഡ്രൻ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആളുകളോ അവിടെ ഉണ്ടാവും ചെയ്യില്ല. കാരണം ഭൂരിഭാഗം കുട്ടികൾ എന്തായിരിക്കും, ഓർഫൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെന്റ് ഇൻ ക്രൈം. ഒരുപാട് ക്രൈമുകളിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ റോബറിയാണ്. ഇങ്ങനെ ചെയ്യരുത്, റോബറി ചെയ്യരുത് എന്ന് പറയാൻ ഇവർക്ക് ഗൈഡ് ചെയ്യാൻ ആളുണ്ടോ, ഇല്ല. അതുകൊണ്ട് തന്നെ റോബറി ഒക്കെ പോലെയുള്ളതായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള. ഒരുപാട് ക്രൈമുകളിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പൻസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ദേ ഫ്രീക്വൻലി കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ക്രിമിനൽസ്. ക്രിമിനൽസുമായിട്ട് ഇവർക്കൊരു ടൈപ്പ് ഉണ്ടാവും. ക്രിമിനൽസ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ക്യാഷിന്, തുച്ഛമായ ക്യാഷിന് വേണ്ടിയിട്ട് ഇവരത് ചെയ്തു കൊടുക്കും. ഇപ്പം മയക്കമരുന്ന് കടത്തൽ ഇങ്ങനെയുള്ളതൊക്കെ അവർ ചെയ്തു കൊടുക്കും. ബിക്കോസ് ദേ നീഡ് മണി. അവർക്ക് എന്താണ്, ക്യാഷ് ആവശ്യമാണ്. പക്ഷെ അവർക്ക് എന്തില്ല, അതിന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, ക്രിമിനൽസുമായി ഇൻ ടച്ച് ആയിരിക്കും. സം ആർ ട്രെയിൻഡ് ഇൻ പിക്കിംഗ് ആൻഡ് പോക്കറ്റിംഗ്. അതായത് പിടിച്ചു പറിക്കാനും പോക്കറ്റിംഗ് ചെയ്യാനും ഒക്കെ അവരെന്ത് ചെയ്തിട്ടാണ്, ട്രെയിൻഡ് ആയിരിക്കും. സ്റ്റീലിംഗ് ആൻഡ് ഇഫ് ദേ ആർ കോട്ട് ഇൻ കണക്ഷൻ വിത്ത് ക്രൈം. അതുപോലെ തന്നെ മോഷ്ടിക്കുകയും ചെയ്യും. ആൻഡ് ദേ ആർ സെൻഡ് ടു ജയിൽ. അവരെന്ത് ചെയ്യുന്നത്, ജയിലിലോട്ട് അയക്കുന്നു. ലീഡിങ് ടു കോണ്ടാക്ട് വിത്ത് വെറ്ററൻ ക്രിമിനൽസ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, വലിയ വലിയ ക്രിമിനൽസുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നു. അത് വീണ്ടും വലിയൊരു ക്രൈമുകളിലോട്ട് എന്ത് ചെയ്യുന്നു, അവരെ ലീഡ് ചെയ്യുന്നു. ഇതാണ് എന്ത് എന്ന് പറയുന്നത്,
സ്ട്രീറ്റ് ചിൽഡ്രൻസ് മെയിനായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രീറ്റ് ചിൽഡ്രൻസ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 3 പോയിന്റ്സ് ആണ് മെയിൻ പോയിന്റ്സ് പറഞ്ഞതെങ്കിലും ഒരുപാട് സബ് പോയിന്റ്സ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയിട്ട് എഴുതാൻ കഴിയും. കാരണം ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പഠിച്ചു പോയാൽ ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 5 മാർക്കിനാണ്. എത്ര മാർക്കിനാണ്? 5 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തു. കൂടാതെ എക്സ്ട്രാ പോയിന്റ്സും. വില്ലേജ് കമ്മ്യൂണിറ്റി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അർബൻ കമ്മ്യൂണിറ്റിയാണ്. റൂറൽ കമ്മ്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാ റൂറൽ ലൈഫ് നമ്മൾ എക്സ്ട്രാ പഠിച്ചു. അതിൻ്റെ കൂടെ ട്രൈബൽ ലൈഫ് പഠിച്ചു, സ്ട്രീറ്റ് ചിൽഡ്രൻസിൻ്റെ പഠിച്ചു. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ത് ചെയ്യും, ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതാണ്. സോ താങ്ക് യു.